Leo, we're going, okay? Leo, you be a good boy. Leo, Leo പെങ്ങിയാണോ? Leo പെണ്ണങ്ങല്ലേ? ഇത് ചെരുപ്പിങ്ങി തന്നെ. Leo പെണ്ണങ്ങാതെ ലിയോ. Leo പെണ്ണങ്ങാതെ. വാ നമുക്ക് പോവാം. എണീറ്റ് ലിയോ, എണീറ്റ്. ചലോ ലിയോ. ചലോ, let's go. Leo, let's go. Let's go. Come Leo. Come Leo. Come Leo. No, you're not coming. പെണ്ണാണോ? പെങ്ങല്ലേ? ഗുബയാണ്. കരയുവാണോ? മൂഡ് ഓഫ് ആണോ? മൂഡ് ഓഫ് ആണോ? ലിയോ പെട്ടെന്ന് വരാവേ. ബൈ ലിയോ. ചെരുപ്പ് എടുത്ത് വെച്ചോണ്ട് കാര്യമില്ല. ഞാൻ വേറെ ചെരുപ്പാ ഇടുന്നേ. ഈ ചെരുപ്പ് കൊണ്ടുപോകുന്നില്ല. ലിയോയുടെ കയ്യിലാണോ ചെരുപ്പ്? ലിയോ അതിന്റെ പുറത്ത് കിടക്കുവാണോ? എന്റെ ദൈവമേ, എനിക്ക് ചെരുപ്പ് തരത്തില്ലേ ലിയോ? ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഡൽഹി എയർപോർട്ടിലെത്തിട്ടോ. നമ്മൾ വന്ദേ ഭാരതിൽ കയറി. ഞാൻ പറഞ്ഞായിരുന്നു തോന്നുന്നല്ലേ, വന്ദേ ഭാരതിൽ കയറി 6:30-ക്കായിരുന്നു അവിടുന്ന് വന്ദേ ഭാരത്. നമ്മൾ 11 മണിയായപ്പം ഡൽഹി എയർപോർട്ടിലെത്തി. അവിടുന്ന് നമ്മൾ വെളിയിലിറങ്ങി വന്നപ്പോൾ 11:15 ആയി. അവിടുന്ന് നമ്മൾ ക്യാബ് ബുക്ക് ചെയ്ത് ക്യാബ് വന്ന് അവിടുത്തെ ആ ട്രാഫിക്കിൽ നിന്ന് വെളിയിലിറങ്ങാൻ തന്നെ കുറേ സമയം എടുത്തു കേട്ടോ. അവിടുന്ന് നമ്മൾ ക്യാബൊക്കെ ബുക്ക് ചെയ്ത് എയർപോർട്ടിലെത്തിയപ്പോൾ 11:55. അത് നമുക്ക് അകത്ത് കയറാനായിട്ട് ഒരു തിരക്കില്ലായിരുന്നു കേട്ടോ. അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര ക്യൂ. അത് ഇൻഡിഗോയുടെ കൗണ്ടർ 5 കൗണ്ടറുണ്ട്. അതിനകത്ത് 2 കൗണ്ടറിൽ മാത്രമേ ആൾക്കാരുള്ളൂ. ക്യൂ ആണെങ്കിൽ ഭയങ്കര ക്യൂവും. അപ്പോൾ 12:30 അപ്പം നമ്മൾ ഓർത്തു അതിൻ്റെ തൊട്ടടുത്ത് സെൽഫായിട്ട് നമുക്ക് ബോർഡിംഗ് പാസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ബാഗേജ് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് എളുപ്പം തന്നെ നമ്മുടെ എന്താ പറയുന്നത് ബോർഡിംഗ് പാസും കിട്ടും. നമ്മൾ ആ വെബ് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ നമുക്ക് ഫിസിക്കലായിട്ട് ബോർഡിംഗ് പാസും എടുക്കാം. ബാഗ് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് നേരെ സെക്യൂരിറ്റി ചെക്കിന് വാങ്ങാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്തു. അല്ലാതായിരുന്നെങ്കിൽ ഭയങ്കര ലൈനായിരുന്നു. അപ്പോഴത്തേനും 1 മണിയായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞുകൊണ്ട് തലവേദന എടുത്തിട്ടാണെങ്കിൽ വയ്യ. അതും നമ്മുടെ വന്ദേ ഭാരതിലെ നോൺ വെജിറ്റേറിയനും ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ വന്ദേ ഭാരതിൽ. പക്ഷേ എനിക്കൊന്ന് ഓപ്ഷൻ കൊടുത്തിരുന്ന വെജിറ്റേറിയൻ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ രണ്ടാമത് എക്സ്ട്രാ തരാമോ എന്ന് ചോദിച്ചിട്ട് രണ്ടാമതല്ല അവരോട് ചോദിച്ചു ചേഞ്ച് ചെയ്ത് തരാമെന്ന് വെച്ചിട്ട് ഉണ്ടെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പക്ഷേ അവർ തന്നില്ല കേട്ടോ, ഇല്ലായിരുന്നു. അപ്പോൾ ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഇത് വെജിറ്റേറിയൻ ഒന്നിനും കൊള്ളത്തില്ല. അത് ഞാൻ പിന്നെ കുറച്ച് എന്തോ പുലാവ് പോലെ ഒരു സാധനം അതിനകത്ത് തൈര് ഒഴിച്ച് കുറച്ച് കഴിച്ചുള്ളായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് വിശന്നിട്ടും തലവേദന എടുത്തിട്ടും ഭയങ്കരമായിട്ട്. അപ്പോൾ അത് നമ്മുടെ ഗേറ്റ് നമ്പർ 2 ആണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ഗേറ്റ് നമ്പറിലോട്ട് പോയപ്പോൾ രാജേട്ടൻ പറഞ്ഞു നമുക്കൊന്ന് ചായ കുടിക്കാം. തലവേദന എനിക്കും എടുക്കുന്നുണ്ട്, രാജേട്ടനും എടുക്കുന്നുണ്ട്. ചായ കുടിക്കാനായിട്ട് ഗേറ്റ് നമ്പറിൻ്റെ ഫ്രണ്ടിലുള്ളൊരു മസാല ചായയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും സമയം 1 മണി കഴിഞ്ഞു. അവിടെ ചെന്ന് ചായ കുടിക്കാനായിട്ട് നോക്കിയപ്പോൾ അവരുടെ ചായ കുടിക്കുന്ന മെഷീൻ വർക്ക് ചെയ്യുന്നില്ല. എന്നാൽ കോഫി എടുക്കാമെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ അതും വർക്ക് ചെയ്യുന്നില്ല. അത് രണ്ടും ഇല്ല. അയ്യോ, പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ ഇനി അല്ലെങ്കിൽ നമുക്ക് ലോഞ്ചിലൊന്നും കയറേണ്ട സമയമില്ലല്ലോ നമുക്ക്. അപ്പോൾ എന്നാൽ പിന്നെ അപ്പുറത്ത് പോയി ഒരു കോഫി വാങ്ങിച്ചുകൊണ്ട് വരാം. എന്നിട്ട് രാജേട്ടൻ പോയപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ രാജേട്ടൻ പോയിട്ട് കുറച്ച് നേരമായി കേട്ടോ. ഞാനപ്പോൾ ഓർത്തു ഇപ്പോൾ ബോർഡിങ് അനൗൺസ് ചെയ്തു. നമ്മുടെ Zone 1 ആണ്. അപ്പോൾ നമ്മുടെ ആദ്യമാണ് ബോർഡ് ചെയ്യേണ്ടത്. അങ്ങനെ നോക്കിയപ്പം അവിടെ നിന്ന് രാജേട്ടൻ ഇങ്ങനെ കോഫിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ ഓർത്ത് എന്തായാലും കുടിക്കാമെന്ന് വെച്ച് നോക്കിയപ്പം കാണാൻ പറ്റുന്നുണ്ട് രാജേട്ടൻ ഇങ്ങനെ അവിടെ നിന്ന് ദൂരെ നടന്ന് വരുന്നുണ്ട്. അപ്പോൾ കർണാടക കോഫിയാന്ന് പറഞ്ഞിട്ട് ഒരു ബോട്ടിലിനകത്ത് കർണാടക കോഫി കൊണ്ടുവന്ന് ഒരു ബോട്ടിലും കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഗ്ലാസ്സും. പക്ഷെങ്കിൽ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഫി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് ഷുഗറിൻ്റെ സാക്ഷി എടുക്കാൻ മറന്നുപോയി. അപ്പോൾ പിന്നെ അതിവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ ബോട്ടിലിൽ നിന്ന് കോഫിക്കകത്ത് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ കപ്പിനകത്ത് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഷുഗറില്ല. അപ്പോൾ എനിക്ക് തലവേദന എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ ഇച്ചിരി ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പകുതി ഞാൻ ട്രൈ ചെയ്തു കേട്ടോ. പക്ഷേ രാജേട്ടൻ അപ്പോൾ ആ മസാല ചായ അവിടെ പോയി കുറച്ച് ഷുഗറിൻ്റെ സാക്ഷി എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല. പക്ഷേ കൊള്ളാം കേട്ടോ, കർണാടക കോഫി നല്ല രസമുണ്ടായിരുന്നു. അത് പക്ഷേ എനിക്ക് ആ തലവേദന മാറാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഷുഗറിൻ്റെ അത് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുടിച്ചു.
രാജേട്ടൻ പറഞ്ഞു കൊള്ളത്തില്ല, ഞാൻ ഇച്ചിരി ഇപ്പോഴാണ് പറയുന്നത് സാക്ഷ്യം കൊണ്ടിട്ടാൻ മറന്നുപോയിന്ന്. പിന്നെ അതുപോയി രാജേട്ടൻ എടുത്തോണ്ട് വന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ബോർഡിങ് അനൗൺസായി. നമ്മൾ 2 ബാഗ്, ആകെപ്പാടെ ഒരു പെട്ടിയുള്ളായിരുന്നു കേട്ടോ. ഞാൻ നാട്ടിലോട്ട് പോകുമ്പോൾ രാജേട്ടൻ തിരിച്ചിങ്ങോട്ടും വരുവാണല്ലോ. അപ്പം ഒരു പെട്ടിയുള്ള ആ പെട്ടി മാത്രം നമ്മൾ ബാഗേജ് ഡ്രോപ്പിലോട്ട്, ബാക്കി ഒരു മറ്റേ ട്രോളി, ചെറിയൊരു ട്രോളി 7 കിലോയുടെ, പിന്നെ ഒരു ചെറിയ ബാഗും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുമായിട്ട് നമ്മൾ ഇങ്ങ് കയറാമെന്ന് വിചാരിച്ചു. കാരണം ആവശ്യമില്ല, ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ വന്നപ്പോഴത്തേനും അവർ പറഞ്ഞു ഫ്ലൈറ്റ് ഫുള്ളാണ്, അപ്പോൾ അതുകൊണ്ട് ഈ ട്രോളി നമ്മൾ ചെക്ക് ഇൻ ബാഗേജിൽ തന്നെ ഇടുകയാണെന്ന് പറഞ്ഞ് അവിടെ വെച്ച് ടാഗ് ഒട്ടിച്ചിട്ട് അവരത് ചെക്ക് ഇൻ ബാഗേജിലിട്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ മറ്റേ ബോർഡിങ്ങിലായിട്ട് അങ്ങ് പോയേ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കുറേ, അതായത് സോൺ 1 ആയപ്പോൾ നമ്മുടെ ആദ്യത്തെ ബോർഡിങ്ങാണ്. ആദ്യം തന്നെ ബോർഡ് ഏറ്റവും ഫ്ലൈറ്റിൻ്റെ ഏറ്റവും ടെയിൽ എൻഡിലാണ് കേട്ടോ എനിക്ക് സീറ്റ് കിട്ടിയത്. അപ്പം ഞങ്ങൾ സീറ്റ് പ്രിഫറൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് പുറകിലും രാജേട്ടന് ഫ്രണ്ടിൽ കിട്ടിയത് അയൽ സീറ്റും എനിക്ക് വിൻഡോ സീറ്റും കിട്ടി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മിഡിലിൽ വേറൊരു എൻ്റെ അടുത്ത് ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ബോർഡിങ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തപ്പോൾ ഒരു സീറ്റ് കാലിയായി. അപ്പോൾ മിഡിൽ സീറ്റ് കാലിയായി അപ്പുറത്ത് മാറ്റും. നമുക്ക് ബോർഡിങ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഫ്ലൈറ്റിനകത്ത് നമ്മുടെ അടുത്ത സീറ്റ് എംറ്റി ആണെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. നമ്മുടെ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് ഇത് 2 മണിക്കൂർ നേരത്തെ ജേർണിയാണ് കേട്ടോ. 1:45 അവിടുന്ന് ടേക്ക് ഓഫ്. നമ്മൾ 4:15 ആകുമ്പോഴത്തേനും 4:15 വെളുപ്പിന് 4:15 ആകുമ്പോഴത്തേനും മുംബൈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ടേക്ക് ഓഫിൻ്റെ സമയത്ത് ഞാനിങ്ങനെ എടുത്താണ് കേട്ടോ. അങ്ങനെ നമ്മൾ 4:15 ആയപ്പം എയർപോർട്ടിലെത്തി. വെളിയിലിറങ്ങി വന്നപ്പോൾ 4:30 കഴിഞ്ഞു, 4:45 ആയി. അത് കഴിഞ്ഞ് ഞാൻ അടുത്തുനിന്ന് പിന്നെ അവിടെ നിന്ന് എല്ലാം കഴിച്ചിട്ട് പോകും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടത്തില്ലല്ലോ. ഫ്ലൈറ്റിലൊന്നും വെള്ളം പോലും കുടിച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞ് വെളിയിലിറങ്ങിയിട്ടെന്ന് ഞങ്ങൾ എന്താ പറയുന്നത്, കുറേ ഫുഡ് സ്റ്റോൾസ് ഉണ്ട് കേട്ടോ. അതോ കുറച്ച് നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല വെതറായിരുന്നു മുംബൈയിൽ കേട്ടോ. ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ, അതായത് നമ്മുടെ കാൺപൂരിൽ ഇത്രയും ചൂടത്തുനിന്ന് ഇവിടോട്ട് ഇറങ്ങി വന്നപ്പോൾ ഒരു നല്ല സുഖം ഉണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള എയർപോർട്ടാണല്ലോ, അവിടെ ഇറങ്ങി വന്നു. പക്ഷെ എനിക്കൊന്ന് ഡൽഹിയിൽ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വെളിയിൽ വരാനെടുത്ത സമയം എയർപോർട്ടിൽ നിന്ന് വെളിയിൽ വരാനെടുത്തില്ല കേട്ടോ. അത്രയ്ക്ക് തിരക്കായിരുന്നു അന്ന് നമ്മൾ വന്ദേ ഭാരത് വന്നിറങ്ങിയ സമയത്ത്. ഇതിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇറങ്ങിയെന്നാൽ ഫുഡ് കോർട്ടിൽ പോയി എന്തെങ്കിലും കഴിക്കാം, വെളിയിലത്തെ ഫുഡ് കോർട്ടിൽ ഇറങ്ങിയിട്ട് കഴിക്കാമെന്ന്. നമ്മൾ ആദ്യം പ്രീപെയ്ഡ് ടാക്സി എടുക്കാമെന്ന് വെച്ച് അവിടെ ചെന്നു. പ്രീപെയ്ഡ് ടാക്സി അപ്പോൾ ഓർത്ത് കഴിക്കണ്ടേ, അപ്പോൾ അവിടെ ചെയ്ത് ബുക്ക് ചെയ്യാൻ ഓർത്തപ്പോഴാണ് ഓർത്തത് എന്നാൽ പിന്നെ വെളിയിൽ ഇറങ്ങിയിട്ട് ബുക്ക് ചെയ്യാം. വെളിയിൽ ഇറങ്ങിയിട്ട് നോർമൽ ഓല ഊബർ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രീപെയ്ഡ് എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ. നടന്ന് ഇനിയിപ്പം നമുക്ക് ഹോട്ടലിൽ ചെന്നിട്ട് അവരുടെ അടുത്ത് ചോദിക്കണം ഏർലി ചെക്ക് ഇൻ കിട്ടുമോ ഇല്ലയോ എന്ന്. കാരണം നമ്മൾ അന്നത്തെ ദിവസത്തേക്കല്ലേ എടുത്തിരിക്കുന്നത്. നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള മാരിയിട്ടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഏർലി ചെക്ക് ഇൻ കിട്ടിയില്ലെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുത്ത് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും സമയം തേടിയും. അപ്പം അങ്ങനെ നടന്നു. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ലാതെ ഒരു കൺഫ്യൂഷനിലാട്ടോ. ഈ സമയത്ത് നമുക്കറിയത്തില്ല, നമ്മൾ വിളിച്ച് ചോദിക്കണം, ഹോട്ടലിൽ വിളിച്ച് ചോദിക്കണം കിട്ടുമോ എന്നറിയാം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെ ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഏതായാലും പ്രീപെയ്ഡ് ടാക്സിയുടെ അവിടെ നിന്ന് എല്ലാം ചോദിച്ച് മനസ്സിലാക്കി എങ്ങോട്ട് എത്ര ദൂരമുണ്ട് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ കുറച്ച് തൊട്ടടുത്ത് തന്നെയാണ്, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ വെളിയിലിറങ്ങി നോക്കിയപ്പം അതായത് ചൈനീസ് എല്ലാം തുറന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരിടത്ത് എന്നിട്ട് എനിക്കത് ഒന്നും നോക്കണ്ട, ട്രൈ ചെയ്യേണ്ട, മാഗി കഴിക്കാം, പഹാഡി മാഗി എന്ന് പറഞ്ഞത് കഴിക്കാമെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തപ്പം അവർ പറയും ഇപ്പോൾ 1/2 മണിക്കൂർ നേരത്തേക്ക് കൗണ്ടർ ക്ലോസ്, അത് കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ. പിന്നെ നോക്കിയപ്പോൾ മോമോസ് ഒന്നും വേണ്ട, അതൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ നമുക്ക്. അങ്ങനെ ഞങ്ങൾ വടാപ്പാവാണല്ലോ അവിടുത്തെ ഫേവറേറ്റ്, അത് വേണ്ട ഇപ്പം കഴിക്കണ്ട, പിന്നെ സ്ട്രീറ്റ് ഫുഡ് പിന്നെ കഴിക്കാമെന്ന് വെച്ചാൽ അത് കഴിച്ചില്ല. പിന്നെ ഞങ്ങൾ ആന്ധ്ര ക്യാൻറ്റീൻ ഉണ്ടല്ലോ, പണ്ട് നമ്മൾ ഡൽഹി പോയപ്പോഴും ആന്ധ്ര ക്യാൻറ്റീനിൽ കഴിച്ചതാണ്. അപ്പോൾ ആന്ധ്ര ക്യാൻറ്റീനിൽ നിന്ന് പിന്നെയും നമ്മുടെ ദോശ, നമ്മുടെ മേദുവട, അതായത് നമ്മുടെ ഉഴുന്നുവടയും ഒരു ഇഡലിയും ഓർഡർ ചെയ്തു, ഒരു പൈനാപ്പിൾ ജ്യൂസും. രാജേട്ടൻ മൈസൂർ മസാല ദോശ ഓർഡർ ചെയ്തു. മൈസൂർ മസാല ദോശയും കുടിക്കാനായിട്ട് ഫിൽറ്റർ കോഫിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ എൻ്റെ മേദുവടയും സാമ്പാറൊന്നും ഒന്നിനും കൊള്ളത്തില്ല, വെള്ളം പോലത്തെ സാമ്പാറും ഒന്നും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഒരു വിധത്തിലൊരു വട ഇങ്ങനെ പൊളിച്ച് കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജ്യൂസ് കൊണ്ടുവന്നു, പൈനാപ്പിൾ ജ്യൂസ് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഒട്ടും തണുപ്പില്ലായിരുന്നു, ചൂട്. അതപ്പോൾ അതിനകത്തൊട്ടും വെള്ളം ഒഴിക്കാതെ ജ്യൂസായിട്ട് എടുത്തതായിരുന്നു. ഇതാണ് എൻ്റെ ഒരു വട, ഒരു ദോശ, ഒരു ഇഡ്ഡലി. ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. എങ്ങനെയൊക്കെയോ കുറച്ച് കഴിച്ചു. കാരണം എന്താ വെച്ചാൽ എനിക്ക് അസിഡിറ്റി പോലെ വരുന്നുണ്ട്. ഇനി എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള അത്രയ്ക്ക് ക്ഷീണമായി. കാരണം നമ്മൾ ഈ രാത്രിയിലത്തെ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ അതാ കുഴപ്പം. രാത്രി നമ്മൾ വീട്ടിൽ നിന്ന് 5:30 ആയപ്പോൾ നമ്മൾ ഇറങ്ങി, 6:30 നമ്മൾ ട്രെയിന് 11 വന്നു.
വെളിയിൽ ഇറങ്ങി വന്ന് 12 ഈ സമയം 1:15 ബോർഡിങ് ചെയ്തു, 1:45 ഫ്ലൈറ്റ്, 4:15 ഇവിടെ വന്നു. അതായത് അപ്പോൾ മുഴുവൻ രാത്രിയും നമ്മൾ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ആ ഒരു ക്ഷീണം മുഴുവൻ എൻ്റെ മുഖത്തുണ്ട്. ഫുഡും ശരിയാകുന്നില്ല, തലവേദന എടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയോ എന്നാലും ഇച്ചിരി കഴിച്ചേക്കാം. അപ്പോൾ പിന്നെ ഹോട്ടലിൽ ചെന്ന് നേരെ അങ്ങ് കിടന്ന് വിട്ടോലോ ഉറങ്ങാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് കഴിക്കുകയാണ് കേട്ടോ. രാജേട്ടൻ പറഞ്ഞു, രാജേട്ടൻ്റെ ദോശ വലിയ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. രാജേട്ടൻ പിന്നെ ദോശ ഇഷ്ടമുള്ള ആളാണല്ലോ, അതുകൊണ്ട് ദോശ കഴിച്ചു, കോഫിയും കുടിച്ചു. ഞാൻ പൈനാപ്പിൾ ജ്യൂസും കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനിയും ഹോട്ടലിലോട്ട് പോട്ടെ. ബാക്കി വീഡിയോ നാളെ നമുക്ക് മുംബൈയിലെ ഹോട്ടലിൽ ചെന്നിട്ടുള്ള വീഡിയോ ഒക്കെ കാണാം. താങ്ക് യു, ബൈ ലക്ഷ്മി.